ഈ കാണുന്ന വീഡിയോ ആയത്തുള്ള അലി ഖാംനിയുടെയും അതുപോലെ തന്നെ മകളുടെയും മകൻ്റെ ഭാര്യ, അവരുടെ മകള്, 4 വയസ്സ് 5 വയസ്സായ മകള്, അങ്ങനെ എല്ലാവരുടെയും കൂടെ മയ്യത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം, ഈ വരുന്ന ജൂലൈ 4 മുതൽ 9 വരെയുള്ള വിലാപയാത്രകളും അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂണറൽ ചടങ്ങുകളാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ആ ചെറിയ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. ആ മയ്യത്ത്, ആ ഒരു എന്താ പറയുക, കട്ടിലിൽ കിടക്കുന്ന മയ്യത്തിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോസും കാര്യങ്ങളും ഈ വരുന്ന നാളെ കഴിഞ്ഞ്, ഇപ്പം ഇന്ന് 2-ാം തീയതി, 3, 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം മുസ്തഫ ഖാംനി, അവിടുത്തെ പുതിയ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനിയുടെ മകൻ സയ്യിദ് മുസ്തഫ ഖാംനി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ള ന്യൂസുകളാണ് ഇപ്പം വന്നിട്ടുള്ളത്. കാരണം സെക്യൂരിറ്റി കൺസേൺസ് തന്നെയാണ്. എത്ര വെടിനിർത്തലുണ്ടെങ്കിലും, എത്ര വെടിനിർത്തലുണ്ട്, അങ്ങോട്ട് അറ്റാക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു ബേസിക് ഇത് നമുക്കറിയാം അല്ലേ. അവരുടെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതി മാത്രം, അല്ലെങ്കിൽ ചതിച്ചുകൊണ്ട് രാജ്യം പിടിക്കുക, മറ്റ് സ്ഥലങ്ങളിൽ പിടിക്കുക, ആളുകളെ കൊന്നു തീർത്ത് കളയുക. അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ചതിയിലൂടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഇതുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സീസ് ഫയറും ബാക്കി എഗ്രിമെൻറ്റുകൾ ഉണ്ടെങ്കിലും അതിലൊന്നും ഒരു വില കൊടുക്കാത്ത തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരാണ് ഇവന്മാർ അറിയുന്നത് കൊണ്ട് തന്നെ അത്തരം സെക്യൂരിറ്റി കൺസേൺസ് ഉള്ളത് കൊണ്ടും മുസ്തഫ ഖാംനി പങ്കെടുക്കില്ല എന്നുള്ള വാർത്തകളും ഇതിൻ്റെ കൂടെ തന്നെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്നും പോകുന്ന ആളുകളെ പറ്റി നമുക്ക് പറയാം. അതായത് ഇന്ത്യയിൽ നിന്നും നരേന്ദ്രമോദിക്ക് ഡയറക്റ്റ് നേരിട്ടുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംഖ്യകൾ പറയുന്ന പോലെയല്ല, ഇറാനുമായിട്ട് നമുക്ക് വലിയ നൂറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട്. അത് വ്യാപാരപരമായിട്ടും മറ്റ് പലതരത്തിലുള്ള നയതന്ത്രപരമായിട്ടുള്ള വലിയൊരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ. പിന്നെ അവിടുത്തെ മുസ്ലിങ്ങളെ ഇസ്രായേലികളും അമേരിക്കക്കാരും കൊല്ലുമ്പം അതിൽ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ നാട്ടിലെ സംഘികൾ മാത്രമാണ്. എന്താണെന്ന് ഒരു ഐഡിയ, ഒരു ബേസിക് നോളജും ഇല്ലാണ്ട് ഒരു തരം മുസ്ലിം വിരുദ്ധത, ഇസ്ലാമോഫോബിയ മാത്രം കൊണ്ട് നടക്കുന്ന സംഘത്തിട്ടങ്ങൾ മാത്രമാണ് ഇറാനെ എതിർക്കുന്നതും അല്ലെങ്കിൽ ഇറാനെതിരെ സംസാരിക്കുന്നതും. ഇത്രയും കാലമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന RSS സംഘപരിവാറോ നേരിട്ട് അവർക്ക് ഒരു പ്രസ്താവന ഇതുവരെ ഇറാനെതിരെ പറയാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളുമായിട്ട് പല ലീഗലി അല്ലെങ്കിൽ നമ്മളുമായിട്ട് പോളിസീസും നമ്മളുമായിട്ട് വിദേശ നയങ്ങളും കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ആയത്തുള്ള അലി ഖാംനി മരിച്ച കുറച്ച് സമയത്തേക്ക് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വിധേയപ്പെട്ട് മിണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് അവരെ വേണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടും, നമുക്ക് അവരുടെ ഓയിൽ വേണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടും, നമുക്ക് അവരുടെ സപ്പോർട്ട് വേണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടുമാണ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ വിദേശകാര്യം അങ്ങോട്ട് ഈ നമ്മുടെ എന്താ പറയുക ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉള്ള പ്രസ്താവനയും കാര്യങ്ങളൊക്കെ വന്നത്. അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതറിയാത്തത് ഞാൻ പറഞ്ഞ സംഖ്യകൾ മാത്രമാണ്. ഏതാണെന്ന് അവർക്കറിയില്ല. അവർക്ക് മുസ്ലിമിനെ കൊല്ലുന്ന ഇസ്രായേലികളാണ് അവരുടെ തന്ത ആയിട്ട് അവർ കണക്കാക്കുന്നതും ആ തന്തക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടുമാണ് പ്രശ്നം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു രാജ്യം, ഇറാൻ എന്ന രാജ്യം, ഈ അവരുടെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനിയുടെ സംസ്കാരത്തിന് നരേന്ദ്രമോദിനെ നേരിട്ട് ക്ഷണിച്ചിട്ടുള്ളതും. പക്ഷേ മോദി അവിടെ പോകില്ല. കാരണം മോദിക്ക് പോകാൻ പറ്റില്ല. അതങ്ങനെയാണ്. അത് പറ്റാത്ത ഒരവസ്ഥയിൽ എങ്ങനെ കഴുത്തിൽ കുരുക്കിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ മോദി ഉള്ളത്. അതുകൊണ്ട് തന്നെ മോദി പോകുന്നില്ല. മോദിക്ക് പകരം നമ്മൾ വിടുന്നത് നമ്മുടെ ബീഹാർ ഗവർണറായിട്ടുള്ള ജനറൽ സയ്യിദ് താഹ ഹസ്നി, അതുപോലെ തന്നെ വിദേശകാര്യ സഹമന്ത്രിയാണ് കൂടെ പോകുന്നത്. പിന്നെ ഇവരുടെ കൂടെ എനിക്ക് തോന്നുന്നു മറ്റു ചില ആളുകൾ പ്രൈവറ്റ്ലി പോകുന്നുണ്ട്. ചില വീഡിയോസൊക്കെ പുറത്തു വന്നിരുന്നു. ഏതാണ് പണ്ഡിറ്റ് കുമാർ, ഏത് കുമാറായിരുന്നു, ഒരു ഇത് വന്നിരുന്നല്ലോ ഇപ്പോൾ, രാജ്കുമാർ ശർമ്മ, അങ്ങനെയുള്ളൊരു 1-2 പേരൊക്കെ പോകുന്നതായിട്ടുള്ള ന്യൂസുകളാണ് വന്നിട്ടുള്ളത്. നാളെ കഴിഞ്ഞ് ഓൾറെഡി അവർ പുറപ്പെട്ടിട്ട്, ഇന്ന് പുറപ്പെട്ടു. പിന്നെ പ്രൈവറ്റ്ലി ഒരുപാട് പേര് കേട്ടോ, ഒരു ഫ്ലൈറ്റ് നിറയെ ആളുകൾ പ്രൈവറ്റ്ലി അങ്ങോട്ട് പോകുന്നതായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. കാരണം നമ്മുടെ ഒരുപാട് റൂട്ട്സ് അവിടെ ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് പ്രത്യേകിച്ച് MBBS പഠിക്കുന്നുണ്ട്. കാരണം ഇറാൻ എന്ന് പറയാൻ നമ്മൾ ഈ സംഖ്യകൾ പുറത്തോട്ട് കാണിച്ച് അല്ലെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ കാണിച്ചെന്ന പോലത്തെ രാജ്യമല്ല ഇറാൻ എന്നുള്ളതും അവിടെ നമ്മുടെ പിള്ളേർ പഠിക്കുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഉള്ള, അതായത് പുരാതന യൂണിവേഴ്സിറ്റീസ് വരെയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഒരുപാട് പുരാതന ബുക്കുകൾ അടങ്ങിയിട്ടുള്ള വലിയൊരു ശേഖരം തന്നെ ഇറാനിലെ പല യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്. അതുപോലെ തന്നെ കാർഷികപരമായിട്ടും മറ്റെല്ലാ രീതിയിലും ഇത്രയും ഉപരോധങ്ങളുള്ള സമയത്തും ഇറാൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ കേട്ടോ, നമ്മളെ ഈ പഠനപരമായിട്ടും എഡ്യൂക്കേഷണൽ, അതുപോലെ തന്നെ മറ്റ് കൃഷി, ഇത്തരത്തിലുള്ള ടെക്നോളജി, അതായത് ഈ മിസൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പല രീതിയിൽ ഉപരോധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറാൻ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇറാൻ. നമ്മളെക്കാൾ കൂടുതൽ എനിക്ക് യൂണിവേഴ്സിറ്റീസും ആളുകളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ആൺ പെൺ എടുത്തു കഴിഞ്ഞ് നമ്മളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇറാനിലാണ് ഇന്ത്യനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നത് എന്നും കൂടെ നമുക്ക്
നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമാണ് ഇറാൻ. അപ്പോൾ ഇറാനിലോട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഒരു ഭീഷണിയാണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതായത് ഇനി വരുന്ന 6 ദിവസം ഇറാനിൽ നടക്കുന്ന ഈ വിലാപ യാത്രയിൽ ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് ആക്രമണമാണെങ്കിലും വേണ്ടില്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ആക്രമണം ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നോ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ ഇറാൻ ഒന്നും നോക്കാണ്ട് അടിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് 6 ദിവസത്തെ വിലാപ കാലയളവിൽ യാതൊരുവിധ തെറ്റായിട്ടുള്ള നീക്കങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാക്കരുതെന്ന് ബ്രിഗേഡിയർ ജനറൽ അലി അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിലുള്ള ഇറാന്റെ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനം അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികൾക്കും കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യരക്ഷയ്ക്കുള്ള തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് സൈന്യം പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ ഖാംനയുടെ വിശ്വസ്തത പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അന്താരാഷ്ട്ര പ്രതിനിധികളൊക്കെ പലരും ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രതിനിധി സംഘങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചിട്ട് പാകിസ്ഥാൻ്റെ ഷെഹബാസ് ഷെരീഫ് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഖത്തറിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് അങ്ങോട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു ആക്രമണം, ഇസ്രായേൽ ആക്രമണം നടത്തുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വേണ്ട അവരുടെ സഖ്യകക്ഷികൾ പോലും ഈ ഫ്യൂണറൽ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇന്നലെ ഈ ഒരു അമേരിക്ക ഇറാൻ ചർച്ച, ഖത്തറിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് ഒരാഴ്ചത്തേക്കുള്ള കംപ്ലീറ്റ് സീസ് ഫയറും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 മാസം കാര്യങ്ങളൊക്കെ അവിടെ അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഒരാഴ്ചത്തേക്കുള്ള സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇതും കൂടെ ഭാഗമായിട്ടുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഇതിൽ വന്നത്. കാരണം വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ്റെ ആളുകൾ, അതായത് ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ചർച്ചയും കാര്യങ്ങളുമാണ് ഇനി അവർ താല്പര്യപ്പെടുന്നത്. മറ്റൊരു തരത്തിലുള്ള ചർച്ചകൾക്കോ മറ്റൊരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കോ ഇറാൻ ഈ ഒരു സമയത്ത് നിൽക്കില്ല. തിരിച്ചും അങ്ങനെ തന്നെ ആവണം എന്നുള്ള ഒരു ഡിസ്കഷൻ ഇന്നലെ ദോഹയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതൊക്കെയായിരുന്നു അവിടുത്തെ കാര്യപ്പെട്ട ചർച്ച. ഇനി വേറെ പുതിയ അപ്ഡേറ്റുകളൊന്നും വാറിൻ്റെ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പറയാനില്ല. ബാക്കി എന്തെങ്കിലും വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഇടിപിടിയായിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, യുദ്ധം പോലും അങ്ങനെ ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ വല്ല അപ്ഡേറ്റുകളുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.